ഹാലലുയ്യ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുലമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ചെറിയ ഒരു ചിന്ത, സാദൃശ്യവാക്യം അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ, പ്രയാസങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നാം അതിനെ കണ്ട് പതറാതെ, നാം അതിനെ കണ്ട് ഭയപ്പെടാതെ ആ വിഷയത്തോട് കണ്ടുകൊണ്ട് നാം പറയുവാൻ സാധിക്കണം, എൻ്റെ യേശു ക്രിസ്തുവിനാൽ ഞാൻ ഇതിൽ ജയം പ്രാപിക്കുന്നു എന്ന്. ഞാൻ യേശു ക്രിസ്തുവിനാൽ ഈ വിഷയത്തെ ഞാൻ അഭിമുഖീകരിച്ച് ഞാനും എൻ്റെ കുടുംബവും ജയം പ്രാപിക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധിച്ചാൽ അത്ഭുതങ്ങളെ, അതിശയങ്ങളെ ചെയ്യുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെ, ഒരു ദൈവിക കരുതലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതം മധ്യയിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം നിരാശപ്പെട്ടാൽ ആ നിരാശയിൽ പൈശാചിക മണ്ഡലങ്ങൾ ജയിക്കുവാനിട വരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, കഷ്ടതകൾ ആഞ്ഞടിക്കുമ്പോൾ, ആരും സഹായിക്കുവാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, പലരും ഒറ്റവർ, ഉടയവർ, രക്തബന്ധങ്ങൾ നമ്മളെ തള്ളിക്കളയുമ്പോൾ, അവർ നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ നാം നിരാശരാകാതെ, നാം യേശു വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ ആ വിഷയത്തിൽ നാം വാഗുണ്ടെന്ന് ഏറ്റുപറയുവാൻ സാധിക്കണം. എൻ്റെ കർത്താവിനാൽ ഞാൻ ഈ വിഷയത്തിൽ ജയിക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഞാൻ ജയം പ്രാപിക്കും. നിശ്ചയമായി ഞാൻ ഈ വിഷയം കടന്ന് അത്ഭുതകരമായി എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം വായ്കൊണ്ട് ഏറ്റുപറയുവാൻ സാധിക്കണം. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അപ്പം ജീവനും മരണവും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുകയാണ്. നാം നന്മ അനുഭവിക്കണമോ, നാം അതല്ല തിന്മയാണോ അനുഭവിക്കേണ്ടത്, നാം നാവ് കൊണ്ട് പറയുമ്പോൾ അത് നടക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നാം നിരാശവാക്കുകൾ പറയുവാറുണ്ട്, പ്രയാസത്തിൻ്റെ വാക്കുകൾ, നെഗറ്റീവ് വാക്കുകൾ പറയുവാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ചയായിക്കൊള്ളട്ടെ, രോഗാവസ്ഥയായിക്കൊള്ളട്ടെ, കടഭാരമായിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള, തലമുറയെ പറ്റിയുള്ള ഭാരങ്ങളായിക്കൊള്ളട്ടെ, ഏത് വിഷയമാണെങ്കിലും നാം ആ വിഷയത്തെ അത് വലുതായി കാണാതെ, എൻ്റെ കർത്താവ്, എൻ്റെ യേശു വലിയവനാണ്, എൻ്റെ കർത്താവിനാൽ ഞാൻ എൻ്റെ കുടുംബവും ഈ വിഷയത്തിൽ ജയം പ്രാപിക്കുമെന്ന്, ഇതിൽ നിന്ന് പൂർണ്ണമായി ഞങ്ങൾ മുക്തരാകുമെന്ന് നമുക്ക് വായ്കൊണ്ട് പറയുവാൻ സാധിച്ചാൽ അദർശ്യ മണ്ഡലങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, അത് നിൻ്റെ വാക്കിനാൽ അത് അത്ഭുതമരമായി മാറും. ചിലപ്പോൾ മനുഷ്യൻ പറയും ഈ വിഷയം നടക്കത്തില്ല, എന്നാൽ നീ വിശ്വാസത്തോടെ പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ ഇത് സാധ്യമാണ്, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ വിഷയത്തിൽ ജയം പ്രാപിക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം. 2025 അതേ മാർച്ച് മാസത്തിൽ 2022 ആയപ്പോൾ എൻ്റെ ഭവനത്തിൻ്റെ ജപ്തി അവസ്ഥയിലായിരുന്നു, വളരെ നിരാശയായിരുന്നു. എന്നാൽ എൻ്റെ സഹോദരി ദുബായിൽ നിന്ന് വിളിക്കുവാനിട വന്നു, ശിവ എന്ന് പറഞ്ഞ. അപ്പോൾ ഞാൻ സഹോദരിയോട് പറഞ്ഞു, എനിക്കിനി 4 ലക്ഷം രൂപയുടെ ബാക്കിയുണ്ട്,
ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരുപക്ഷെ സഹോദരി വിചാരിച്ചു അതേ മറ്റ് സഭയിലുള്ള വിശ്വാസികൾ തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞാനതൊരു വിശ്വാസത്തോടെ പറഞ്ഞതായിരുന്നു. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നന്മ ഒരുക്കിയെന്ന്. അത് നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നാം വിശ്വാസത്തോടെ പറയുമ്പോൾ അതേ നമ്മുടെ ദൈവം അതേ അത്ഭുതങ്ങൾ ചെയ്യുന്ന ആ കർത്താവിൻ്റെ കരുതലിനെ, കർത്താവിൻ്റെ ആശ്രയത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ വിശ്വാസത്തോടെ ഞാനന്ന് പറഞ്ഞുവെങ്കിലും ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ, ആ ഒരു 20 ദിവസമായപ്പോൾ ഒരു മനുഷ്യൻ അത് അന്ന് എത്ര രൂപ കുറവുണ്ടോ ആ 4,500,000 രൂപ ഒരു മനുഷ്യൻ തരുവാനിട വന്നു. ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ തകർച്ചയായിക്കൊള്ളട്ടെ, കഷ്ടതയായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, നാം ആ വിഷയത്തിൽ തകർന്നു പോകാതെ, തളർന്നു പോകാതെ, ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാതെ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുന്നേറുവാൻ വാക്കുകളെ, നെഗറ്റീവ് വാക്കുകൾ പറയാതെ പോസിറ്റീവുള്ള വാക്കുകളെ, ജയം പ്രാപിക്കും, നശിക്കത്തില്ല, ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ ജയിക്കും, എൻ്റെ കുടുംബവും ജയിക്കും, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തേക്ക് മേൽ അതിൻ്റെ മേൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു എന്ന് നാം വായിക്കൊണ്ട് ഇതിൽ നിന്ന് ഞാൻ ജയിച്ചു എന്ന് നമുക്ക് വാഗൊണ്ട് ഏറ്റുപറയുവാൻ സാധിച്ചാൽ നിശ്ചയമായി അത്ഭുതത്തെ, അതിശയത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. കപ്പൽ എത്ര വലിയത് ആയാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുങ്കം കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവ് ഒരു ചെറിയ അവയവം ആങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി രോഗമായ ദേഹത്തെ മുഴുവനും മാലിന്യമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഒരു വലിയ കപ്പലിന് ഒരു ചെറിയ ഒരു കപ്പിത്താനാണ് ഒരു മനുഷ്യൻ. അവനാണ് വലിയ കപ്പലിനെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ഈ മനുഷ്യനാകുന്ന നമുക്ക് ഒരു ചെറിയ അവയവമാണ് അത് നാവ്. പക്ഷേ ഈ നാവ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ചില വാക്കുകൾ പറഞ്ഞാൽ തീ പിടിക്കുന്നത് പോലെ അനുഭവമുണ്ടാകും. എന്നാൽ നമ്മുടെ വാക്കുകൾ, നെഗറ്റീവ് വാക്കുകൾ, ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നാം നെഗറ്റീവ് വാക്ക് പറഞ്ഞാൽ ആ നെഗറ്റീവ് വാക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും. അത് പിശാചിന് നമ്മുടെ ഭവനത്തിൽ കയറുവാൻ ഇടവരും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ കഷ്ടതകളായിക്കൊള്ളട്ടെ, ബിസിനസ് തകർച്ചയായിക്കൊള്ളട്ടെ, ആ വിഷയത്തെ നോക്കിക്കൊണ്ട് ഞാൻ ഈ കുടുംബത്തിൻ്റെ ഈ വിഷയത്തിൽ മേൽ, എൻ്റെ ഈ ബിസിനസ് തകർച്ചയിൽ മേൽ ഞാൻ ജയം പ്രാപിക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം. ഈ വേളയിൽ അനേക വ്യക്തി ജീവിതങ്ങൾ അത് ബിസിനസ് തകർച്ചയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അത് ജോലിയില്ലാതെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു പ്രവചനദൂത് വിളിച്ചു പറയുകയാണ്, നീ തകരുമെന്ന് ദേശനിവാസികൾ പറയുമ്പോൾ, അടുത്തുള്ള വ്യക്തികൾ പറയുമ്പോൾ, രക്തപങ്കൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് നൽകുകയാണ്, നീ തകരുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ നിന്നെ തകരുമെന്ന് പറയുന്ന എല്ലാ മേഖലയിൽ ഞാൻ നിനക്ക് ജയം നൽകിയിരിക്കുകയാണ്. ഞാൻ നിനക്ക് വിടുതൽ നൽകിയിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ നാവുകൾ അത് ലാവണ്യമുള്ള വാക്കുകളായി മാറട്ടെ. നെഗറ്റീവ് വാക്കുകൾ പറയാതെ അത് പോസിറ്റീവുള്ള വാക്കുകളായി, എനർജിക്കുള്ള വാക്കുകളായി, മറ്റുള്ളവരെ സാന്ത്വനപ്പെടുത്തുന്ന, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അത് പുറപ്പെടട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് വാക്ക് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉളവാകും. എന്നാൽ നാം അനുഗ്രഹിക്കപ്പെടുവാൻ അത് പോസിറ്റീവുള്ള വാക്കുകൾ, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധിച്ചാൽ നിശ്ചയമായി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവീക കരുതലിനെ, ദൈവീക സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം.
നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്തിലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മല പോലുള്ള പ്രശ്നമാണെങ്കിൽ കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ കടുകിനെ നമുക്ക് കാണുവാൻ സാധിക്കും. കടുക് ഒരു ചെറിയ മണി പോലുള്ളതാണ്, എന്നാൽ അതിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് നിറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതായിക്കൊണ്ട് കണ്ട് നമ്മുടെ ഉള്ളിൽ വിശ്വാസം വലുതാക്കിക്കൊണ്ട് ആ പ്രശ്നത്തെ നോക്കിക്കൊണ്ട്, അല്ലയോ പ്രശ്നമേ നീ ജയിക്കത്തില്ല, എൻ്റെ യേശുവിനാൽ ഞാൻ ഈ പ്രശ്നത്തെ ജയം പ്രാപിക്കും, എൻ്റെ കർത്താവിനാൽ ഞാൻ ഈ പരാജയപ്പെടുമെന്ന് പറയുന്ന ഈ മേഖലയിൽ ഞാൻ ജയം പ്രാപിക്കും, ഞാൻ ജയം കൊള്ളും, എൻ്റെ കർത്താവിനാൽ ഞാൻ ജയം പ്രാപിക്കാമെന്ന് നാം വിഷയത്തെ നോക്കി പ്രഖ്യാപിക്കുമ്പോൾ അതേ അത്ഭുതങ്ങളെ അതിശയങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടായിരിക്കണം, രണ്ട് ഉപവാസം. അപ്പോൾ ഉപവാസം പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്തിലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അപ്പം നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ, കഷ്ടതകൾ കടന്നു വരുന്ന മേഖലകളിൽ നാം നിരാശപ്പെടാതെ, നമ്മുടെ വാക്കുകൊണ്ട് പ്രശ്നത്തെ വലുതായി കാണാതെ, നമ്മുടെ പ്രശ്നം ചെറുതാണ്, നമ്മുടെ ദൈവം വലിയവനാണെന്നുള്ള വിശ്വാസത്തോടെ അതേ നാം വായ്കൊണ്ട് വിഷയത്തെ ഏറ്റുപറയണം. ഞാൻ എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവർ ഉന്നത എഡ്യൂക്കേഷനുള്ളവരായി മാറും. അവർ ഉന്നത നിലയിലുള്ള, അവർക്ക് വിവാഹ ആലോചനകൾ കിട്ടും. നല്ല കുടുംബജീവിതം അവർ നയിക്കും. എൻ്റെ ഭവനം എൻ്റെ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് നമുക്ക് പറയുവാൻ സാധിച്ചാൽ നിശ്ചയമായി നമുക്ക് അനുഗ്രഹത്തെ കാണുവാൻ സാധിക്കും. നാം അനുഗ്രഹിക്കപ്പെട്ടെങ്കിലേ നമ്മുടെ മറ്റുള്ളവർക്ക് അനുഗ്രഹം പകരുവാൻ സാധിക്കത്തുള്ളൂ. അതേ സാദൃശ്യവാക്യം അതിൻ്റെ 18-20-21 വാക്യങ്ങൾ. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹാദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ കേട്ട നല്ല വചനത്തിനായി നന്ദി പറയുന്നു. ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. നിരാശയിലിരിക്കുന്ന എല്ലാ കുടുംബ ജീവിതങ്ങളെയും അത് അനുഗ്രഹമായി മാറട്ടെ. നെഗറ്റീവ് ചിന്തകൾ മാറട്ടെ. കുടുംബത്തെ ഭയപ്പെടുത്തുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. അടഞ്ഞ എല്ലാ മേഖലകളും യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുതുവഴികൾ തുറക്കട്ടെ. എല്ലാ നെഗറ്റീവ് ചിന്തകളെ കൊണ്ടുവന്ന് തകരുമെന്ന് പറയുന്ന എല്ലാ കുടുംബ മേഖലകളിലും തകരുമെന്ന് പിശാച് വാദിക്കുന്ന എല്ലാ മേഖലയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പുതുവാതിലുകൾ തുറന്നിരിക്കുകയാണ്, വഴികൾ തുറന്നിരിക്കുകയാണ്. നിങ്ങൾ തോക്കുവാൻ, നിങ്ങൾ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് ദൈവം നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ അവൻ വഴികൾ, വാതിലുകളെ തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. കർത്താവേ, അവിടുന്ന് കേട്ട നല്ല വചനം നന്ദി പറയുന്നു. കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലങ്ങൾ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.